പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും അഗ്രി ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും അടുക്കളത്തോട്ടത്തിൽ, നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ചെറിയ രീതിയിൽ അടുക്കളത്തോട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും കൃഷി ചെയ്യാൻ സാധിക്കും നമുക്ക് അടുക്കളത്തോട്ടങ്ങളിൽ. ഇതിൽ ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൃഷി. ഉരുളക്കിഴങ്ങ് ചെറിയ കാച്ചിലൊക്കെ കൃഷി ചെയ്യുന്ന രീതികൾ, നമുക്കെങ്ങനെ ഇത് കൃഷി ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ്, അതായത് ചെറുകിഴങ്ങുകളൊക്കെ എങ്ങനെ കൃഷി ചെയ്ത് എടുക്കാം എന്നുള്ളത്, അതുപോലെ തന്നെ കാച്ചിലൊക്കെ ഏത് രീതിയിൽ കൃഷി ചെയ്ത് എടുക്കാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ അഗ്രി ഫോർ യുവിൻ്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. നമ്മൾ ഇൻഫർമേഷൻസ് വളരെ ലളിതമായ രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വെള്ളം കെട്ടിക്കിടക്കാത്ത മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന കിഴങ്ങ് വർഗ്ഗമാണ് ചെറുകിഴങ്ങുകളും അതുപോലെ തന്നെ കാച്ചിലും. ചെറുകിഴങ്ങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ ഒരു ഉരുളൻകിഴങ്ങ് കാച്ചിലുകളൊക്കെ കൃഷി ചെയ്ത് തുടങ്ങുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ ചാക്കുകളിൽ പോലും അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിൽ പോലും ഈ ഒരു ചെറുകിഴങ്ങ് കൃഷി ചെയ്യാൻ സാധിക്കും. കാച്ചിലിന് വലിയ രീതിയിലുള്ള സ്ഥലം വേണം എന്നുണ്ടെങ്കിൽ പോലും ചെറുകിഴങ്ങുകൾക്ക്, ഉരുളൻ കിഴങ്ങുകൾക്ക് ചെറിയ സ്ഥലം മതിയാവും. ഒരേക്കറിൽ കാച്ചിൽ കൃഷിക്ക് ആവശ്യമായ വിത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 4000 മുതൽ 4500 വിത്തുകൾ വരെയാണ്. അതായത് 1000 മുതൽ 1200 കിലോഗ്രാം വരെ പെർ ഏക്കറിന് വേണം. ഒരേക്കറിൽ ചെറുകിഴങ്ങുകൾ, അതായത് ഉരുളൻകിഴങ്ങൊക്കെ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 6800 മുതൽ 7200 വിത്തുകൾ വരെയാണ്. പരമാവധി 720 മുതൽ 1080 കിലോഗ്രാം വരെ പെർ ഏക്കറിന്. ഈ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചെറുകിഴങ്ങിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 7 മുതൽ 9 മാസം വരെയായിരിക്കും. ചെടികൾ തമ്മിലുള്ള ഇടയകലം എന്ന് പറയുന്നത് കാച്ചിലിനാണെങ്കിൽ 1 മീറ്റർ സ്ക്വയറാണ്. പക്ഷേ ചെറുകിഴങ്ങുകൾക്കാണ് എന്നുണ്ടെങ്കിൽ 75 സെൻറ്റിമീറ്ററാണ്. 75 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ നമുക്ക് ഇതിൻ്റെ ഇടയകലം ഉറപ്പിക്കാൻ സാധിക്കും. കാച്ചിൽ ചെറുകിഴങ്ങ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ, പ്രത്യേകിച്ച് ചാണകവളം പോലെയുള്ള വളങ്ങൾ ഒരേക്കറിന് 6 ടണ്ണ് എന്നുള്ള രീതിയിലാണ്. അതായത് ഒരേക്കർ സ്ഥലത്ത് നിങ്ങൾ കിഴങ്ങ് കൃഷിയൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏകദേശം 6 ടണ്ണ് വളം വേണം എന്നുള്ളതാണ്. ഒരു ചെറുകിഴങ്ങിന് 750 മുതൽ 1000 ഗ്രാം വരെയാണ് പെർ പ്ലാന്റിന് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ കാച്ചിലിനും അതുപോലെ ഉരുളക്കിഴങ്ങിനും എല്ലാം തന്നെ ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് രാസവളങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. കൂടാതെ ഇത് ജൈവവളം ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാച്ചിലും ചെറുകിഴങ്ങും കൃഷി ചെയ്യുന്നതിന് മുൻപ് കുഴിയെടുക്കും. ഈ കുഴിയെടുക്കുമ്പോൾ തന്നെ 1 മുതൽ 1.250 ഗ്രാം വരെ ഓരോ കുഴിയിലും ഇട്ട് കൊടുത്തതിന്, അതായത് ഈ ജൈവവളം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കൃഷി ആവശ്യത്തിന് ഈ ഒരു തൈകൾ വെച്ച് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കാച്ചിലിനും ചെറുകിഴങ്ങിനും കൃഷി ചെയ്യുന്നതിന് മുൻപ് തന്നെ കുഴിയെടുക്കുന്ന സമയത്ത് ഒരു കിലോ മുതൽ 1.25 കിലോ വരെ ഒരു കുഴിയിൽ ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഇത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഇതേ രീതിയിൽ തന്നെ മധുരക്കിഴങ്ങ് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കേരളത്തിലെ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ മധുരക്കിഴങ്ങൊക്കെ കൃഷി ചെയ്യുന്നത്. പക്ഷേ ഉരുളൻകിഴങ്ങ് പോലെയുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ കൃഷി ചെയ്ത് വീടുകളിലേക്ക് ആവശ്യമുള്ള ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. വെള്ളം കെട്ടിക്കിടക്കാത്ത മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്.